ഹലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഞാൻ രണ്ട് ട്രേഡ് കൂടെ എടുത്തായിരുന്നില്ല, അതിൻ്റെ വീഡിയോ ആണിത്. അപ്പം ഇതാണ് ആ ട്രേഡ്. ഈ ട്രേഡ് ഈ ട്രേഡ് ഈ ട്രേഡ് ഞാൻ കറക്റ്റ് സമയത്ത് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. ഈ ട്രേഡ് എനിക്ക് ഈ ക്യാൻഡിലാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. ഈ ക്യാൻഡിൽ, അതായത് ചൊവ്വാഴ്ച ഈ ക്യാൻഡിലാണ് എടുത്തത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്യാൻഡിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എസ് എൽ അടിച്ച്, പക്ഷെ അടിച്ചില്ല. നേരെ താഴെ വന്നു. അടുത്ത ദിവസം അപ്പം ഒറ്റയടിക്ക് താഴെ വന്നു. അടുത്ത ദിവസം അത് രാത്രിയിലാണ് വന്നത്. രാത്രി ഈ ഒരു ക്യാൻഡില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ഭയങ്കര താഴെ കിടക്കുന്നു. അത് എടുത്തതെന്ന് പറഞ്ഞാൽ, ആ ട്രേഡ് എടുക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ 3 മന്ത് ബേർഷ് അവിടുന്ന് 1 മന്ത് ആണ്ട് ഈ ഒരു ഓർഡർ ബുക്ക് ചെയ്യുന്ന ബേർഷ് താഴെ വിട്ടിരിക്കല്ലോ. അവിടുന്ന് 1 വീക്കില് ആണ്ട് ഈ ഒരു ബ്രേക്കോസിസ്റ്റർ, ഈ ഒരു ഓർഡർ ബുക്ക്, അതിനെ ഡെയിലിയിലേക്ക് ഞാൻ റിഫൈൻ ചെയ്ത് അതിൻ്റെ 50%. പക്ഷെ ഇതിൻ്റെ 50% നമുക്ക് എടുക്കാം. അതായത് ഈ ക്യാൻഡിലിൻ്റെ 50% ഇങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനെ എടുത്ത് ഞാൻ നോക്കിയിട്ടുള്ള വെച്ചാൽ അങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനെ കുറേ ട്രേഡൊക്കെ അങ്ങനെ വരാത്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പോവും, ഈ ഒരു 50% ഞാൻ പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എടുത്തത്. ഈ ട്രേഡ് 1:3 ഞാൻ ഒന്നെങ്കിൽ ഞാനിത് ഇവിടം വരെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് 1:4 ആക്കും. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ കട്ട് ചെയ്യും. അതാണ് ഇപ്പം. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ DXYയിൽ എനിക്ക് ഇപ്പോൾ ഒരു വ്യൂ ഇല്ല. എനിക്ക് തോന്നുന്നു DXY മുകളിലേക്ക് പോകുന്നതാണ്. പക്ഷെ DXY മുകളിലേക്ക് പോയാൽ മറ്റേ ട്രേഡ് അസലടിക്കും. പക്ഷെ മറ്റേ ട്രേഡ് ഇപ്പോൾ ഒരു വലിയൊരു ക്യാൻഡിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു താഴെ പോകുന്നു. ഇപ്പോൾ DXY താഴെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. DXYയിൽ എനിക്ക് കറക്റ്റായിട്ടൊരു ഇതില്ല. അതാണ്. പിന്നെ GPPയിൽ ഞാൻ ഇവിടുന്ന് താഴോട്ട് പോകാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്ന് ഈ ഒരു ഓർഡർ ബുക്ക് ചെയ്ത് ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ GPP6 ഇവിടുന്ന് ഞാനൊരു ട്രേഡ് എടുക്കും. ഇവിടെ വന്നൊരു ട്രേഡ് എടുക്കും. പിന്നെ ഈ ട്രേഡ് ഞാൻ 50% വന്നില്ല. 50% വന്നാലും ഞാൻ ഈ ട്രേഡ് എടുത്താൽ ഇവിടുന്ന് പോയി. കുഴപ്പമില്ല. സംടൈംസ് അതങ്ങനെയാണ്. EORലില്ല. ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഇവിടുന്ന് ഒരു ട്രേഡ് ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ ഇവിടുന്ന് ഒരു ട്രേഡ്. പിന്നെ ഈ ട്രേഡ്, ഇതാണ് രണ്ടാമത്തെ ട്രേഡ്. ഈ ട്രേഡ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ മിറ്റിഗേഷൻ നടന്നു ചെയ്യിച്ചൊക്കെ എന്നിട്ട് പിന്നെയും മാർക്കറ്റ് വന്ന് പോയി. എന്നിട്ട് പിന്നെ വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ റിയാക്ഷൻ താഴോട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുത്ത്. അപ്പോഴെങ്കിൽ അന്ന് തന്നെ എനിക്ക് എസ് എൽ അടിച്ചു. കാരണം എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ആദ്യത്തത് മിറ്റിഗേഷൻ നടന്ന് പോയി, എന്നിട്ട് രണ്ടാമത് പിന്നെയും വന്നപ്പോൾ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നത്. അത് എടുക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ മിറ്റിഗേഷൻ, ആദ്യത്തെ മിറ്റിഗേഷൻ വന്നു, രണ്ടാമത്തെ മിറ്റിഗേഷൻ നമുക്ക് എടുക്കാം. പക്ഷെ മൂന്നാമത്തെ മിറ്റിഗേഷൻ എടുക്കല്ലേ, അത് ഫെയിൽ ആവത്തേ ഉള്ളൂ. അത് കൂടുതൽ സമയം ഫെയിൽ ആവത്തേ ഉള്ളൂ. അത് ഞാൻ എന്തോ പെട്ടെന്നല്ല ഇമോഷനിലേക്ക് ഇറങ്ങിയെടുത്ത്. കാരണം എനിക്ക് താഴോട്ട് വരുന്നൊരു സ്ട്രോങ് വ്യൂ വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് കോൺഫിഡൻസ് ഇറങ്ങിയെടുത്തതാണ്. പക്ഷെ അതങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു. കുഴപ്പമില്ല. എൻ്റെ റിസ്ക് റിവാർഡ് ഭയങ്കര ഹയർ ആയതുകൊണ്ട് എനിക്കത് പ്രശ്നം വരുന്നില്ല. പിന്നെ ഇതിനകത്ത് JPYയിലൊന്നുമില്ല, ന്യൂസിലൻഡ് ഡോളറിൽ അതിനകത്തൊന്നുമില്ല. പിന്നെ ഈ ട്രേഡ് ഞാൻ ഹയർ ടൈം ഫ്രെയിം ഞാൻ താഴേക്കാം, അത് മന്ത്ലിയിൽ ഞാൻ താഴേക്കാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനകത്തുനിന്ന് എടുക്കാഞ്ഞത്. പിന്നെ വേറെ ഇവിടെ
EUR6 ഇവിടെ വന്ന ട്രേഡ് എടുക്കും. പിന്നെ ഇതിനകത്ത് ഇത് ഞാൻ ചുമ്മാ ചെയ്യാം, ഇതിനകത്ത് ട്രേഡൊന്നും ഇല്ല. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേ ഉള്ളൂ. അതുപോലെ യൂറോ ന്യൂസിലൻഡ് ഡോളറിനകത്ത് ഇവിടെ വന്നാലെടുക്കും. വേറെ ട്രേഡൊന്നും ഇല്ല. മാർക്കറ്റ് ഈ ട്രേഡായിരുന്നു കഴിഞ്ഞ വീഡിയോ, ആദ്യത്തെ വീഡിയോ ഈ ട്രേഡായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു, പെർഫെക്റ്റ് ആയിട്ട്, അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്ത്. വേറെ ഓസ്ട്രേലിയൻ JP വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓർഡർ ബ്ലോക്ക് ചെയ്ത. വേറെ ട്രേഡുകളൊന്നും ഇല്ല മാർക്കറ്റ്, വേറെ ട്രേഡൊന്നും ഇല്ല ഇപ്പം. മാർക്കറ്റ് ഭയങ്കര ചോപ്പിയ, ഭയങ്കര സൈഡ് വേസ് മാർക്കറ്റാണ് ഇപ്പം. വേറെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ കുറേ ട്രേഡ് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത്. പക്ഷെ അതെനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. അതായിരുന്നു നമുക്ക് അതിനകത്ത് ഞാൻ പറയാതെ ഇതൊക്കെയായിരുന്നു. ICIC, ബജാജ്, ഈ ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് വന്നു. അത് സിംഗായിരുന്നു, അത് പ്രോഫിറ്റ് വന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. വേറെ ഇത് ഇല്ല. വേറെ ട്രേഡ് ഉണ്ടായിരുന്നു, വേറെ ട്രേഡ് ഇനി തോന്നുന്നു ഇതിനകത്തല്ലായിരുന്നു. ഈ ട്രേഡ് ഇത് SL അടിച്ചു കേട്ടോ, ഇത് SL അടിച്ചു. അത് കുഴപ്പമില്ല, മറ്റേ ട്രേഡ് എനിക്ക് അതിൽ ഔട്ട് പെർഫോം ചെയ്യും. ഈ ട്രേഡ് എത്ര 1:3, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറെ ബിറ്റ്കോയിൻ ഞാൻ ഇവിടെ ട്രേഡ് ഞാൻ ചുമ്മാ പ്ലേസ് ചെയ്തിരുന്നു, അത് SL ആയിരുന്നു. ബിറ്റ്കോയിൻ താഴെ വന്നു. ഇവിടുന്ന് എനിക്കറിയില്ല, മേലോട്ട് താഴോട്ട് പോകുന്നു, മേലോട്ട് പോകും തോന്നുന്നു. ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തില്ലേ, മേലോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. മേലോട്ട് പോകും തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ലാത്തത് ഞാൻ പറയത്തുമില്ല, ട്രേഡ് ചെയ്യത്തുമില്ല. പിന്നെ വേറെ ഓയിലിൻ്റെ ഞാൻ പറഞ്ഞത്, ഓയിലിൻ്റെ ഓയിൽ എനിക്ക് ഈ ട്രേഡ് പ്രോഫിറ്റ് വന്നു. ഈ ട്രേഡ് ഞാൻ എടുത്തില്ലായിരുന്നു. ഈ ട്രേഡ് ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രോഫിറ്റ് ആകും, അത് കറക്റ്റായിട്ട് വന്നു. പിന്നെ വേറെ ഈ ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു, പക്ഷെ അതും കറക്റ്റായിട്ട് വന്നു. വേറെ ഗോൾഡ് എനിക്കിപ്പോൾ അറിയത്തില്ല. ഗോൾഡ് എനിക്ക് തോന്നുന്നു ഇനി താഴേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഗോൾഡ് ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഈ ഒരു ഓർഡർ പോക്കി എടുത്ത് ഗോൾഡ് എനിക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന പോകും എന്ന് തോന്നുന്നു. താഴേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ ക്യാഷ് ഇതൊക്കെ മണ്ടയ്ക്കോട്ട് പോകും, ഇതൊക്കെ മേലോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഞാൻ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് അലേർട്ട് കിട്ടുക, പക്ഷേ 50% വന്നില്ല.
50% വന്നായിരുന്നു ഞാൻ ഈ ട്രേഡ് എന്തായാലും എടുത്താൽ. പക്ഷെ വന്നില്ല, അത് കുഴപ്പമില്ല. വേറെ ട്രേഡൊന്നുമില്ല. പിന്നെ ഇതേ ഉള്ളു. അപ്പം നമുക്ക് എന്തായാലും ഈ ട്രേഡ് നോക്കാം. ഈ ട്രേഡ് പ്രോഫിറ്റ് വരെ ഇല്ലയോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ബോയ്സ്. നമുക്ക് നല്ലൊരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച മൺഡേ നല്ലൊരു ക്ലോസിങ് കിട്ടി. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് നോക്കണം ഇത് വരുമോ ഇല്ലയോ. ഇന്നത്തെ ദിവസം വരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മേ ബി വരാം, മേ ബി വരത്തില്ല. കാരണം വീക്കിലി ബേർഷായി ഇപ്പം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിക്കില്ലാത്തതുകൊണ്ട് ഇത് വീക്കിലി ചിലപ്പോൾ തിരിച്ചു വരുമോ, ഈ വീക്ക് തിരിച്ചു വരുമോ, തിരിച്ച് റിവേഴ്സ് ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഇവിടെ എങ്ങനെ ക്ലോസിങ് തരുന്നോ അതിനനുസരിച്ച് ഞാൻ താഴേക്ക് ടാർഗറ്റ് ചെയ്യും. ഇപ്പം ക്ലോസിങ് വോളിയം ഇല്ല, നല്ലൊരു ക്ലോസിങ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. അല്ലെങ്കിൽ അപ്പം നല്ലൊരു ക്ലോസിങ് ആണെങ്കിൽ ഞാൻ താഴേക്ക് ടാർഗറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പം ഇതൊരു 1:3 ട്രേഡാണ്, കറക്റ്റ് 1:3. അപ്പോൾ ആ ഒരു ക്ലോസിങ്ങിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എങ്ങനെ ക്ലോസിങ് തരും എന്നറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് വരുമെന്നാണ് ഒരു 80% വിശ്വാസം. കാരണം ഇത്രയും നല്ലൊരു ക്ലോസിങ് വന്നെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വരും എന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകണമെങ്കിലും ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാം മാർക്കറ്റ്. ഈ ഒരു ലിക്വിഡിറ്റി ഫ്യൂലാക്കി ഇവിടുന്ന് തിരിച്ചു പോവാം. അങ്ങനെ പോവാം. റിവേഴ്സ് ആവണമെങ്കിൽ അങ്ങനെ പോകാനായിരിക്കും സാധ്യത. കാരണം ഇത് ഇത്രയും ലോ വന്നു. എനിക്ക് തോന്നുന്നു പോകണമെങ്കിൽ ഇവിടെ താഴെ വന്നേ പോകത്തോളൂ എന്ന് തോന്നുന്നു. അപ്പം അതാണ് എന്തായാലും നല്ല ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ ദിവസം. പിന്നെങ്കിൽ എങ്ങനെയാ നോക്കണം. ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഇവിടുന്ന് പോകാൻ നോക്കാം. അവിടെ ഒരു ബോർഡർ ബ്ലോക്കും ഉണ്ട്. അതാണ് എൻ്റെ സ്ട്രാറ്റജി. എന്നെ ഫെയിൽ ആക്കത്തില്ല, അത് ഉറപ്പുണ്ട്. വേറെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോളറിൽ എനിക്ക് ലോങ് ടൈം വ്യൂ മുകളിലേക്ക്, പക്ഷെ ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് താഴേക്ക് വരുമെന്ന് തോന്നുന്നു. ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു ലോയിലേക്ക് വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ എൻഗൾഫിംഗ് ക്യാൻഡിലും വന്നിവിടെ. വേറെ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഞാൻ ഇവിടെ ട്രേഡ് നോക്കുന്നുണ്ട്. എന്നാൽ വീക്കിലിയിൽ ഇവിടെ ഓർഡർ ബ്ലോക്കോ അങ്ങനെ ഗോൾഡിൽ. പിന്നെ അതുപോലെ ഈ ക്യാൻഡിലിനെ വിൽക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ അടുത്ത് തിരിച്ചു വരും. അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ GBP ഞാൻ ഇവിടെ ട്രേഡ് നോക്കുന്നുണ്ട്. മുകളിൽ വന്ന് ഇവിടെ GBP USD പിന്നെ അതുപോലെ GBP സ്വിഫ്റ്റിൽ ഞാൻ ഈ മുകളിൽ വന്ന് ട്രേഡ് നോക്കുന്നുണ്ട്. വീക്കിലിൻ്റെ ഓർഡർ ബ്ലോക്ക് വെച്ച് മന്ത്ലി ഉണ്ട് അവിടെ. പിന്നെ ഈ ന്യൂസീലിയൻ സ്വിഫ്റ്റിനകത്ത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് ഇനി വന്ന 50% എടുക്കുന്നത് അത് ശരിയാകത്തില്ല. ചിലപ്പോഴത് വർക്കാവും. അത് റിയാക്ഷൻ എങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി വന്നിട്ട് ഇവിടുന്ന് പോകുന്ന റിയാക്ഷൻ നോക്കിയിട്ട് വേണം എടുക്കാൻ പറ്റും. വേറെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ വേറെ മാർക്കറ്റിൽ അങ്ങനെ ട്രേഡ് AUD USD അവിടെ ഉണ്ട്. ഇവിടെ ഈ ലെവലിൽ വന്നൊരു ട്രേഡ് നോക്കുന്നുണ്ട്. വേറെ ട്രേഡൊന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ. ഇത് ഞാൻ എടുത്തില്ല. ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ കാരണം എനിക്ക് ഡയറക്ഷൻ അറിയത്തില്ല. മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് ഹൈ ടൈം ഫ്രെയിമിൽ മനസ്സിലാവുന്നില്ല. മുകളിലേക്ക് ഇങ്ങോട്ട് വരുമോ അതോ ഇവിടുന്ന് താഴെ ഈ ഒരു ഓർഡർ പോയി താഴേക്ക് പോവോ എനിക്കറിയുന്നില്ല. എന്താ ഡയറക്ഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിട്ട് കളഞ്ഞത്. വേറെ മാർക്കറ്റൊന്നും ഇല്ല. വേറെ മാർക്കറ്റ് ട്രേഡ് ഇല്ല. പിന്നെ യൂറോ സിസ് അത് ഈ ഒരു ലെവലിൽ നിന്ന് വീക്കിലി ഓർഡർ ബ്ലോക്ക്. അവിടെ മന്ത്ലിയിൽ അതുണ്ട്.
അത് നല്ലൊരു ട്രേഡ് ആയിരിക്കാം. വന്നു കഴിഞ്ഞാൽ നല്ല റിയാക്ഷൻ അവിടെ തരും. നമുക്ക് ചെറിയ റിയാക്ഷൻ മതി. നമുക്കങ്ങനെ എന്തുവാ ഇവിടെ എടുത്തിട്ട് ഞാൻ ഈ ലോവറൊന്നും ടാർഗറ്റ് ചെയ്തില്ല. ഞാൻ ഇവിടെ എടുത്തിട്ട് ഏറ്റവും അടുത്തുള്ള സിഗ്നൽ അതായിരിക്കും. അത് 1:4 ഒക്കെ കിട്ടും, 4-5 ഒക്കെ, അത് മതി. പിന്നെ വേറെ ഇത് യൂറോ ന്യൂസിലാൻഡ് ഡോളർ, അതിനകത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ട്രേഡ് നോക്കുന്നുണ്ട്. ട്രേഡൊക്കെ ഉണ്ട്, പക്ഷെ എന്താ വരാനായിട്ടുള്ള താമസമുണ്ട്. ഇത് ട്രേഡ് വരാൻ അതുകൊണ്ട് ഇവിടെ ഓസ്ട്രേലിയൻ JPY ഇവിടെ ട്രേഡ് വന്നാലെടുക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എന്താ പറയുക, ട്രേഡൊക്കെ ഉണ്ട്, പക്ഷേ ഈ ട്രേഡിലേക്ക് വരാനുള്ള ടൈം ഉണ്ടല്ലോ, അത് നമ്മൾ വെയിറ്റ് ചെയ്ത് പറ്റും. കാരണം ഇത് വെയിറ്റിംഗ് ഗെയിമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഫുൾ വെയിറ്റിംഗ് ഗെയിമാണ്. നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാർക്കറ്റിൽ ട്രേഡ് ഇല്ല. കാരണം പ്രോഫിറ്റ് വരാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ട്രേഡ് വരാനും വെയിറ്റ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രേഡ് വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും നമ്മൾ. കാരണം നമ്മൾ വേറെ സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കും. നമുക്ക് ട്രേഡ് എടുക്കണം, നമ്മൾ ആക്ഷൻ വേണം എന്നുള്ളൊരു ഇത് നമുക്ക് വരും, ബ്രെയിനിൽ വരും. ട്രേഡ് വേണം. ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കുക. നമ്മുടെ സെറ്റപ്പിൽ മാത്രം ട്രേഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തേ പറ്റും. അപ്പം അതാണ്. വേറെ ട്രേഡ് ഇല്ല. ഇപ്പോൾ ഒരു ട്രേഡും ഇല്ല വരാൻ സാധ്യതയുള്ള. ഇത് എന്തായാലും ഇപ്പോൾ പറഞ്ഞ ട്രേഡൊക്കെ എന്തായാലും സമയം എടുക്കും വരാൻ. പിന്നെ ആകെയുള്ളത് ഗോൾഡ് വരുമെന്ന് തോന്നിപ്പോൾ. നിങ്ങൾ ഈ ട്രേഡ് വെയിറ്റ് ചെയ്യുക, അതേ ഉള്ളൂ. വേറെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം അങ്ങനെ ട്രേഡ് നോക്കുന്നില്ല. വീണ്ടും ബുള്ളിഷാണ് ഇന്ത്യൻ മാർക്കറ്റ്. ബുള്ളിഷ് പോകാൻ തോന്നും. ഈ ഒരു ലോയൊക്കെ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഞാൻ വീക്ക്ലി ബേസ് നോക്കണം. ന്യൂസീലിയൻസിസ് ഇവിടെ ന്യൂസീലിയൻസിസ് നിഫ്റ്റിയിൽ ഇവിടെ ഈ ഒരു ട്രേഡ് ഞാൻ നോക്കുന്നുണ്ട്. ഫ്യൂച്ചർ ട്രേഡാണ്. വേറെ എന്താ റിലയൻസ് ഞാൻ ഇവിടെ ട്രേഡ് നോക്കിയായിരുന്നു, ഇവിടെ ഈ ഒരു ലെവലിൽ. പക്ഷെ അത് വന്നിട്ടില്ല. ഇനി വരുമെന്ന് അറിയത്തില്ല. വരുമെന്ന് നോക്കാം. വരുമെങ്കിൽ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കും. റിലയൻസിൽ ഫ്യൂച്ചർ ആയിരിക്കും. ഞാൻ ബജാജ് ഫിനാൻസ്, പക്ഷെ അത് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തേ ഉള്ളൂ. എനിക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. ഈ ട്രേഡ് എടുത്തതാണ്. ഇത് നാസ്ഡാക്ക്. ഇത് ഞാൻ ചുമ്മാ വെച്ചേക്കുന്നേ ഉള്ളൂ. അത് US സ്റ്റോക്കാ. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടേക്കുന്നേ ഉള്ളൂ. വേറെ BTC എനിക്ക് തോന്നുന്നു ഇവിടുന്ന് റീട്രേസ്മെന്റ് വരുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് റീട്രേസ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് പിന്നെ എടുത്ത് തിരിച്ച് റിവേഴ്സ് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം വരുന്നത്. ഇതേറെ അതുതന്നെ BTC റിവേഴ്സ് ആവണമെങ്കിൽ ഇതേറെ എന്താ റിവേഴ്സ് ആവും. വേറെ XPR അങ്ങനത്തെ ഒന്നും ഇല്ല. ഇതിനകത്ത് ട്രേഡ് ഒന്നും ഇല്ല. ഇതിനകത്തും ട്രേഡ് ഇല്ല. സൊളാനും ട്രേഡ് ഒന്നുമില്ല. ഓയിൽ നല്ല രീതിക്ക് താഴെ പോയി. ഓയിൽ ഞാൻ എന്തുവാ മുന്നേ പറഞ്ഞ ഇത് ഇവിടെ വരും. ഇവിടെ ഈ ഒരു ഈക്കെല്ലോ എടുക്കുക. ഞാൻ ഇത് എന്നെ മാർക്ക് ചെയ്യും. കുറേ നാളായി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് വരുന്ന ആ ഒരു ഈക്കെല്ലോയിലേക്ക് ഓയിലല്ല, സിൽവർ താഴേക്ക് വരും. മേ ബി
ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ലോയിലേക്ക്. സിൽവർ, ഗോൾഡ് ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡ് ഞാൻ ഇവിടെ ട്രേഡ് നോക്കുന്നുണ്ട്. പിന്നെ US സ്റ്റോക്കെല്ലാം, US ക്യാഷൊക്കെ ഫുൾ ടൈം അടിക്കും. ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചേ, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ 50% വന്നില്ല. പിന്നെ അതുപോലെ SMB അതും വന്നിട്ടില്ല. അത് എന്തായാലും ഓൾ ടൈം അടിക്കും ഉറപ്പാ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ട്രേഡ് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. അങ്ങനെ ആ ട്രേഡ് പ്രോഫിറ്റ് വന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഞാൻ റൈഡ് ചെയ്യുമെന്നുള്ളത്, പക്ഷെ ഞാൻ റൈഡ് ചെയ്തില്ല, ഞാൻ കട്ട് ചെയ്ത്. വേണ്ടാന്ന് തോന്നി. കാരണം പിന്നെ ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. അത്രയും ദിവസം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ ട്രേഡ് നോക്കിയാൽ പോരെ. വേറെ ട്രേഡ് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടം വരെ ആയിരുന്നു എൻ്റെ ഇനിഷ്യൽ ടാർഗറ്റ്, അത് തന്നെ മതി, ആ ടാർഗറ്റ് തന്നെ മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ ട്രേഡ് നോക്കാം. പിന്നെ ഇവിടെ ഈക്വല്ലോ ഉണ്ട് ഇതിനകത്ത്, ഈ കനേഡിയൻ സിക്സിനകത്ത്. അത് വരും, ലോങ് ടൈമിലേക്ക് എന്തായാലും ആ ഈക്വല്ലോക്കിൽ വരും. അവിടം വരെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഒരു 1:5 ഒക്കെ കിട്ടും, പക്ഷെ വേണ്ടത് അത് പിന്നെ ഒരുപാട് സ്വാപ്പും കമ്മീഷനൊക്കെ കയറും. അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് ആ ട്രേഡ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല, ഈ ട്രേഡ് മതി. നമുക്ക് വേറെ ട്രേഡ് നോക്കാമല്ലോ, വേറെ ട്രേഡ് ഇനിയും വരുമല്ലോ, അടുത്ത ട്രേഡ് നോക്കാം. അപ്പം വേറെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്തായാലും ഗോൾഡിൽ മാത്രമേ നമുക്ക് നോക്കുന്നുള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ ഒരു ട്രേഡ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തൊരു ട്രേഡുമായി അടുത്ത വീഡിയോയിൽ. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും, നമുക്കതൊരു സപ്പോർട്ടായിരിക്കും അതൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, താങ്ക് യു ആൾ.